CPM കേന്ദ്ര കമ്മിറ്റി അംഗം അവിടുത്തെ ഇലക്ഷന് ചുമതലയുണ്ടായിരുന്ന AK ബാലനുമായി ദീപക് ധർമ്മടം ചില കാര്യങ്ങൾ ചോദിക്കുന്നു, സംസാരിക്കുന്നു. ദീപക്കിലേക്ക്. ദീപക്. ഹാഷ്മി, ഗുഡ് മോർണിംഗ്. തിരഞ്ഞെടുപ്പ് മാനേജ്മെൻറ്റിൽ ഒരുപക്ഷെ ഇടതുമുന്നണിയുടെ എക്കാലത്തെയും ഒരു ഫയർ ബ്രാൻഡാണ് AK ബാലൻ. കോടിയേരിക്ക് ശേഷം ആ രീതിയിൽ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജികൾ മെനയുന്നതിൽ AK ബാലന് വലിയ പങ്കുണ്ട്. ഏക്ലൻ കഴിഞ്ഞ ഏതാണ്ട് 2 മാസക്കാലമായി പാലക്കാട് ക്യാമ്പ് ചെയ്യായിരുന്നു. സംസ്ഥാന സെക്രട്ടറി യോഗത്തിന് പോലും പോകാതെ അദ്ദേഹം പാലക്കാടായിരുന്നു. ഈ ഘട്ടത്തിൽ നമുക്ക് അദ്ദേഹം തത്സമയം നമ്മളോടൊപ്പം എക്സ്ക്ലൂസീവായി ചേരുകയാണ്. ഏറ്റവും ആദ്യത്തെ ചോദ്യം, ഈ വോട്ടിംഗ് ശതമാനം കുറയുമെന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇടതുമുന്നണിയുടെ പ്രതീക്ഷ എത്രമാത്രമാണ് പാലക്കാട്? ഒരു ചരിത്ര വിജയം പാലക്കാട് LDFന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഇതുപോലെ ചതി, വഞ്ചന UDFൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. സാധാരണ നിലയിൽ നമ്മൾ പല തെരഞ്ഞെടുപ്പുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അത്രയും വൃത്തികെട്ട രൂപത്തിലുള്ള അടിയൊടുക്കുകളാണ് ഇവിടെ നടത്തിയത്. ഏതാണ്ട് വടകര നമ്മൾ കണ്ടല്ലോ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതിൻ്റെ മറ്റൊരു പതിപ്പാണിത്. വിജയം ആ രീതിയിലാവുമോ എന്നുള്ളതാണ്. അല്ല, അദ്ദേഹം പറഞ്ഞത് ആദ്യം തന്നെ ഇവർ SDPI ജമായത്തെ ബന്ധം ഉറപ്പിക്കുകയാണ്. അതിനുശേഷം RSS ബന്ധം ഉറപ്പിക്കുന്നതിനുള്ള വലിയ ഗൂഢാലോചന നടത്തി. അതിൻ്റെ ഭാഗമായിട്ടാണ് സന്ദീപ് വാര്യരെ കോൺഗ്രസ്സിലേക്ക് ഒരു സുപ്രഭാതത്തിൽ കോൺഗ്രസ്സിലേക്ക് കൊണ്ടുവന്നത്. യഥാർത്ഥത്തിൽ ഇത് മതന്യൂനപക്ഷങ്ങളിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരാശങ്ക ഉണ്ടല്ലോ. ഇത്രയും ഒരു വൃത്തികെട്ട സമീപനത്തിലേക്ക് UDF നീങ്ങാൻ പാടുണ്ടോ? ഈ രൂപത്തിലുള്ള ഒരു ചിന്ത ഇവിടെയുള്ള മതന്യൂനപക്ഷങ്ങളിൽ പൊതുവിൽ വന്നു കഴിഞ്ഞു. പക്ഷേ ഒരു കാര്യം, ജഫ്രി തങ്ങളെ ഇന്ന് സന്ദീപ് വാര്യർ കണ്ടു. അത് സ്വാഭാവികമായും UDFന് ഗുണമാകില്ലേ AK ബാലൻ? അതെ, ജഫ്രി തങ്ങളെ കണ്ടത് എന്തും പിടിച്ചിട്ടാണ് കണ്ടതെന്നറിയോ? ഭരണഘടനയും പിടിച്ചിട്ട്. ഈ ഭരണഘടന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കത്തിക്കണം, മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ ഭരണഘടന വേണമെന്ന് പറഞ്ഞ ഒരാളാണ് ഇപ്പം നമ്മുടെ മതനിരപേക്ഷത ഉറപ്പുവരുത്തുന്ന ഭരണഘടനയും പിടിച്ച് ജിഫ്രി മുത്തക്കോയത്തങ്ങളെ കാണുന്നത്. അദ്ദേഹത്തെ പറ്റിക്കാൻ കഴിയില്ല. കാരണം എന്തൊക്കെയാണ് ഈ മനുഷ്യൻ്റെ വായിൽ നിന്ന് വന്നത് ഈ ഇടക്കാലത്ത്. ജമ്മു കാശ്മീരിലെ മുസ്ലിമിനെ ടയറിൽ കെട്ടി കത്തിച്ച് ശവം പാകിസ്ഥാനിലേക്ക് അയക്കണം. ഒരു 3000-4000 മുസ്ലിങ്ങൾ അങ്ങനെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇവർ പാഠം പഠിക്കും. ആരുടെയെങ്കിലും വായിൽ നിന്ന് വരുന്നൊരു പ്രയോഗമാണോ ഇത്? പക്ഷേ ഒറ്റ കാര്യം ഞാൻ ഇടപെടുകയാണ്. ഇടതുമുന്നണിയുടെ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ അവസാന സമയത്തെ പരസ്യം സന്ദീപ് വാര്യരെ വെച്ചായിരുന്നു. അതിന് അനുമതിയില്ലെന്നും അത് വലിയൊരു വിവാദമാണ്. തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഒരു റിട്ടാലിയേഷൻ അങ്ങനെയായിരുന്നു. ഇത് സാങ്കേതിക പ്രശ്നമല്ലേ? ഇത് തെരഞ്ഞെടുപ്പിനെ ഒരു രൂപത്തിൽ ഹിറ്റ് ചെയ്യാൻ പോകുന്നില്ല. പ്രശ്നം എന്താ? നിങ്ങൾ ചോദിച്ചത് നന്നായി. ആ പരസ്യത്തിൻ്റെ ഉള്ളടക്കം തെറ്റായിരുന്നോ? എന്നാൽ ഇന്ന് സന്ദീപ് വാര്യർ പറയണം ഈ പരസ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കണ്ടന്റിനോട് എനിക്കിപ്പോഴും യോജിപ്പില്ല. CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ ദീപക് ധർമ്മടം സംസാരിക്കുകയാണ്. ഈ പറയുന്ന നേരത്തെ രാഷ്ട്രീയ വിഷയങ്ങൾ, സന്ദീപ് വാര്യരുടെ ഭൂതകാല പ്രസ്താവനകളൊക്കെ വീണ്ടും ആവർത്തിക്കുന്ന ഇലക്ഷൻ ദിവസവും AK ബാലൻ. പക്ഷേ AK ബാലൻ നേരത്തെ സാറിനെ ഈ പറയുന്ന സന്ദീപ് വാര്യരെ പറ്റി പറഞ്ഞ വളരെ നല്ല മനുഷ്യനാണ്, ദാർശനിക തലത്തിൽ RSSൻ്റെ ഐഡിയോളജിയോട് താല്പര്യമില്ലാത്ത ആളാണെന്ന് തോന്നുന്നു തുടങ്ങിയ 24 നടത്തിയ പ്രതികരണമൊക്കെ അതിപ്പോഴും അവിടെ നിൽപ്പുണ്ട്. പോട്ടെ, രാഷ്ട്രീയമാണ്, എല്ലാം രാഷ്ട്രീയമാണ്.